നോബൽ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളിൽ സഭയിൽ പരസ്പരം രാഷ്ട്രീയ നേതാക്കൾ കൊമ്പ് കോർക്കാറുണ്ട്. അതൊക്കെ നിത്യകാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും തമ്മിൽ നടന്ന ആ പരസ്പരവാദങ്ങൾ അത് ശ്രദ്ധിക്കപ്പെടുമ്പോൾ അതിലേറ്റവും കൂടുതൽ ആളുകൾ അതിനെപ്പറ്റി പറഞ്ഞ ഘടകം എന്ന് പറയുന്നത് അവരുടെ ശരീരഭാഷയും പ്രയോഗങ്ങളും ഒക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ അദ്ദേഹം ഒരു സിനിമാ നടനാണ്. ഇപ്പോഴും അദ്ദേഹം ഈ പറയുന്ന അഭിനയം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കഥാപാത്രങ്ങളുടെ ഇൻഫ്ലുവൻസ് ഇതിൽ കയറി വന്നിട്ടുണ്ടോ എന്നുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഒരു വശത്ത് ഇതിപ്പോൾ സഭയ്ക്ക് പുറത്തും ഉള്ള പ്രതികരണങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയായിരുന്നു. നോബൽ, സഭയ്ക്ക് പുറത്തും എന്തൊക്കെയാണ് സംഭവിച്ചത്? അതായത് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി അതിൽ പ്രകോപിതനായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? അതിന് അദ്ദേഹം പ്രതികരിച്ച രീതി എങ്ങനെയാണ്? ഇപ്പോൾ അത് ഏത് രീതിയിലാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നോബൽ, റോഷ്നി, സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണെങ്കിലും അദ്ദേഹം ഒരു സിനിമാ നടനാണ് എന്ന് പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നിരന്തരം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ അത്തരത്തിൽ ഒരു സിനിമാ നടന്റെ ആ മെയ്വഴക്കവും ആ ശബ്ദവും ഒക്കെ എപ്പോഴും കയറി വരുന്നത് നമ്മൾ പ്രത്യേകം കാണുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യസഭയിൽ വലിയ വാദപ്രതിവാദങ്ങളാണ് ഉണ്ടായത്. അതിന് തൊട്ടു മുൻപത്തെ ദിവസം ലോക്സഭയിലും രാധാകൃഷ്ണൻ എം പി സംസാരിച്ചതിന് പിന്നാലെ സമാനമായി തന്നെയായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത്. പലതരത്തിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ, പ്രത്യേകിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്ന ടോണൊക്കെ പലതരത്തിലും വിമർശനം ഇപ്പോഴും സമൂഹം അതിന് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതാണെങ്കിലും ഇന്നലെ ഈ ജബൽപൂർ അടക്കമുള്ള വിഷയങ്ങൾ ചോദിച്ചതാണ് കേന്ദ്രമന്ത്രിയെ ചൊടിപ്പിച്ചത് എന്താണ് യാഥാർത്ഥ്യം, അതുകൊണ്ടാണ് ചാനൽ ഏതാണെന്നും ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്നൊക്കെ തരത്തിലുള്ള പറഞ്ഞാൽ മതി തരത്തിലുള്ള പ്രതികരണമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യസഭയിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലാണ് ജോൺ ബ്രിട്ടാസ് അതോടൊപ്പം സുരേഷ് ഗോപിയും തമ്മിൽ വലിയ വാദപ്രതിവാദങ്ങൾ. ആദ്യം ജോൺ ബ്രിട്ടാസ് സംസാരിക്കുന്നു, പിന്നീട് സുരേഷ് ഗോപി സംസാരിക്കുന്നു. അന്ന് ഈ എംബ്രാൻ സിനിമയിൽ ചില കഥാപാത്രങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ പരിഹാസമൊക്കെ ഉയർന്നത്. കാരണം എംബ്രാനിലെ മുന്ന എന്ന കഥാപാത്രത്തെ ഇവിടെ എല്ലാവരിലും കാണാൻ കഴിയും, ഇവിടെ ഭരണപക്ഷ ബെഞ്ചിൽ കാണാൻ കഴിയുമെന്നടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു.